ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. കെ കരുണാകരൻ സ്മാരകമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അത് DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ അന്നിരുന്ന തമ്പാനായിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുത്തത്. അതിൻ്റെ കൺവീനറായിട്ട് ബാബുജി പട്ടത്താനം, ചവറ ഒറ്റയായിട്ട് കിടന്ന മണ്ഡലം ഇപ്പം രണ്ടായി ഒരു മണ്ഡലം കമ്മിറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ബാബുജി പട്ടത്താനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ളത് കഴിഞ്ഞ് ഈ പുനരുദ്ധാരണത്തിൻ്റെ കൺവീനറായിട്ട് ബാബുജി പട്ടത്താനുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ആദ്യഘട്ടം പൂർത്തിയാക്കി. 2017 ആഗസ്റ്റ് 1-ാം തീയതി ഇപ്പോൾ പുനർനിർമ്മാണം നടത്തുന്നതിന് മുമ്പ് 1-ാം നിലയുടെ പണി പൂർത്തിയാക്കി. അന്ന് ബാബുജി പട്ടത്താനവും അന്ന് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പാർട്ടി പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഇത് പൂർത്തിയാക്കിയത്. ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി 16 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനമാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നത്. ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരക മന്ദിരം കോൺഗ്രസ് ഭവൻ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 2013 മാർച്ചിലാണ് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ജി പ്രതാപവർമ്മ തമ്പാനാണ് നിർവഹിച്ചത്. 2015 ഇതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ അന്ന് നടത്താൻ ചില സാഹചര്യങ്ങളാൽ നടത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം നീണ്ട ഒരു 9 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നൊരു പ്രദേശമായിട്ടായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഇപ്പോൾ ഒരു 16 ലക്ഷം രൂപ ചിലവാക്കി ആണ് നവീകരിച്ച് ഈ പ്രവർത്തനത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരി മാസം 5-ാം തീയതി ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ ഞായറാഴ്ച 5-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ലീഡർ കെ കരുണാകരൻ സ്മാരക കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം ഉമ്മൻചാണ്ടി സ്മാരക ഓഡിറ്റോറിയം, കോൺഫറൻസ് ഹാൾ, ലൈബ്രറി, പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവയും പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അന്ന് ഒട്ടേറെ ഞങ്ങൾ പദ്ധതികൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചവറയിലെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യപരിപാടികൾ ആ ഉദ്ഘാടനം സംബന്ധിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ മുകളിൽ തന്നെ ഏകദേശം 6 ലക്ഷം രൂപ ചിലവാക്കി ഉമ്മൻചാണ്ടി സ്മാരക ഓഡിറ്റോറിയം ഏകദേശം 300-ൽ പരം ആളുകൾക്കിരുന്ന് ഒരു പരിപാടി നടത്തുവാനുള്ള ഒരു മിനി ഓഡിറ്റോറിയം മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ബഹുമാന്യനായ AICC സെക്രട്ടറിയും MLA-യുമായ ശ്രീ PC വിഷ്ണുനാഥാണ് നിർവഹിക്കുന്നത്. അതേപോലെ തൊട്ടിപ്പുറത്തായിട്ട് ചവറ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ആസ്ഥാന മന്ദിരം ശ്രീ G കാർത്തികൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അന്ന് ഇത് സ്ഥാപിച്ചത്. അത് ബഹുമാന്യനായ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ M ലിജു ആണ് നിർവഹിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സ്മാരകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ മുൻ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായും മൺമറഞ്ഞുപോയ ബഹുമാന്യനായ ശ്രീ G പ്രതാപവർമ്മ തമ്പാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളൊരു കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ CR മഹേഷാണ് നിർവഹിക്കുന്നത്. ഒരു ലൈബ്രറി ഏകദേശം 1000-ൽ പരം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ P രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കുന്നു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന മൺമറഞ്ഞുപോയ നേതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വലിയ ഫോട്ടോ ശേഖരം തന്നെയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം KPCCയുടെ കൊല്ലം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ പഴകുളം മധുവാണ് നിർവഹിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA-യും, കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA-യും, ഓഫീസ് ഉദ്ഘാടനം M ലിജുവും, ലൈബ്രറി ഉദ്ഘാടനം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദും നിർവഹിക്കും. ഫോട്ടോ അനാച്ഛാദനം പഴകുളം മധുവും, പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം MM നസീറും നിർവഹിക്കും. KC രാജൻ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും. ചികിത്സാ സഹായ വിതരണം, പ്രതിഭാ പുരസ്കാരം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചാജത്ത് ഗിരീഷ്, DCC ജനറൽ സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് PR ജയപ്രകാശ്, കിഷോർ അമ്പിലാക്കര, M സുശീല, മണലിൽ മന്മഥൻ, റോസ് ആനന്ദ, സെബാസ്റ്റ്യൻ അംബ്രോസ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.